2008 US-ലെ ക്രിസ്റ്റഫർ വിൽസൺ എന്നയാൾ ഓൺലൈനിലായി ഒരു ക്രൂയിസ് കപ്പൽ വാങ്ങി. 293 അടി നീളമുള്ള 2496 ടൺ ഭാരമുള്ള ഈ ക്രൂയിസ് കപ്പൽ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ 3 ഡെക്കുകൾ, 85 ക്യാബിനുകൾ, എൻ-സ്യൂട്ട് ബാത്റൂമുകൾ, ഒരു ഡൈനിങ് റൂം, സലൂൺ, ഒരു വലിയ ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂൾ എന്നീ സൗകര്യങ്ങളും കപ്പലിലുണ്ടായിരുന്നു. 1955 ജർമ്മനിയിൽ നിർമ്മിച്ച വാപ്പൻ വോൺ ഹാംബർഗ് എന്ന പേരിട്ടിരിക്കുന്ന കപ്പൽ ഓൺലൈനിൽ വിൽപ്പനയ്ക്കായി കണ്ടപ്പോൾ മോഹം തോന്നിയാണ് ക്രിസ്റ്റഫർ വിൽസൺ ഇത് വാങ്ങിയത്. കപ്പലിന് മറ്റൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ജർമ്മനി നിർമ്മിച്ച ആദ്യത്തെ പ്രധാന പാസഞ്ചർ ലൈനറാണ് ഈ കപ്പലെന്ന് ക്രിസ്റ്റഫർ വിൽസൺ ഇതിനിടെ കണ്ടെത്തി. മറ്റൊന്നുകൂടി ക്രിസ്റ്റഫർ അറിഞ്ഞു. 1963 പുറത്തിറങ്ങിയ ജെയിംസ് ബോണ്ട് ചിത്രമായ ഫ്രം റഷ്യ വിത്ത് ലവിന്റെ ചിത്രീകരണം ഈ കപ്പലിലായിരുന്നു. കപ്പലിന്റെ കഥ അറിഞ്ഞ ക്രിസ്റ്റഫറിന് പിന്നൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹം ആ കപ്പൽ ഓൺലൈനിൽ തന്നെ വാങ്ങി. പ്രശ്നം പിന്നീടായിരുന്നു. 2008 തുടങ്ങിയ കപ്പൽ പണി 2023 പൂർത്തിയാക്കാൻ ക്രിസ്റ്റഫർ വിൽസണിന് കഴിഞ്ഞിട്ടില്ല. 15 വർഷമായി അദ്ദേഹം ഇന്നും ആ കപ്പലിന്റെ പണി തിരക്കിലാണ്. ഇതിനിടെ ക്രിസ്റ്റഫറിന് ആകെ ചെയ്യാൻ കഴിഞ്ഞത് കപ്പലിന്റെ പേരുമാറ്റം മാത്രമായിരുന്നു. പുതിയ പേര് അറോറ. ക്രിസ്റ്റഫർ വിൽസണും ഭാര്യയും ഇന്ന് കപ്പലിലാണ് താമസം. രാവിലെ എഴുന്നേൽക്കുന്ന ക്രിസ്റ്റഫർ കപ്പലിന്റെ അറ്റകുറ്റപ്പണി ആരംഭിക്കും. പണി വൈകുന്നേരം വരെ നീളും. ഇത് ഒരു നീണ്ട പദ്ധതിയാണ്. ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. അതായത് ഏതാണ്ട് 15 വീടുകൾ സ്വയം പുനർനിർമ്മിക്കുന്നതിന് തുല്യം. ക്രിസ്റ്റഫർ വിൽസൺ CNN ട്രാവലിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കപ്പൽ നവീകരണ പദ്ധതി വേഗത്തിലാക്കാനാണ് താനും ഭാര്യ കിൻലിയും തുരുമ്പെടുത്ത കപ്പലിലേക്ക് മാറിയെന്ന് വിൽസൺ പറയുന്നു. എന്നാൽ 15 വർഷമായിട്ടും പണി മാത്രം തീർന്നില്ല. ക്രിസ്റ്റഫർ വിൽസണും ഭാര്യയും കപ്പലിലെ താമസം തുടരുന്നു. യഥാർത്ഥത്തിൽ കപ്പലിൽ ജോലി ചെയ്തതോടെ ഞാൻ വളരെയധികം പഠിച്ചു. ഇന്ന് എനിക്ക് എങ്ങനെ ശരിയാക്കണമെന്ന് അറിയാത്തതായി ഒന്നുമില്ല. പക്ഷേ അവിടെ എത്താൻ ഒരു വലിയ പണം ആവശ്യമാണ്, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം ചെയ്യാൻ ഉദ്ദേശിച്ച നവീകരണ പദ്ധതിയുടെ 40% മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനകം 9 ലക്ഷം പൗണ്ട് കപ്പലിനായി ചെലവഴി. പണി പൂർത്തിയാക്കാൻ ഇനിയും 2.5 ദശലക്ഷം പൗണ്ട് സമാഹരിക്കാൻ മിസ്റ്റർ വിൽസൺ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അറോറ റീസ്റ്റോറേഷൻ പ്രൊജക്ട് എന്ന പുതിയ യൂട്യൂബ് ചാനലിൽ കപ്പലിന്റെ ഓരോ വിശേഷങ്ങളും പങ്കുവെച്ച് അദ്ദേഹം എല്ലാ ദിവസവും സജീവമാണ്. ഒരുപക്ഷെ കപ്പൽ ഇനി ഒരിക്കലും കടൽ കണ്ടില്ലെന്ന് വരാം. പക്ഷേ അത് ഒരു കിടക്കയും പ്രഭാത ഭക്ഷണവും നൽകുന്ന ഇവന്റ് സെന്ററായി മാറുമെന്നും മിസ്റ്റർ വിൽസൺ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു.